ഹേ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സ്കിന്നിലെ ചില ഭാഗങ്ങൾ ഡാർക്ക് ആവുന്നത് തികച്ചും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ അൺറാംസ്, നമ്മുടെ പ്യൂബിക് ഏരിയാസ്, ഗ്രോയിൻ ഏരിയാസ്, ഇവിടെയൊക്കെ ഡാർക്ക് ആവുന്നത് തികച്ചും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആക്ച്വലി നോർമൽ അല്ലാതാക്കുന്നത് ഈ സ്കിൻ കെയർ ഇൻഡസ്ട്രീസ് അഥവാ ബ്യൂട്ടി ഇൻഡസ്ട്രീസും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ചേർന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരെ പ്രൊഡക്ട്സ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇതൊക്കെ ഒരു പ്രശ്നമാണ്, ഇതൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ആക്കി മാറ്റിയാലാണ് അവർക്ക് അവരുടെ പ്രൊഡക്ട്സ് നമ്മളിലേക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നോർമൽ ആയിട്ടുള്ള ഈ ഒരു കാര്യം പ്രശ്നമായിട്ട് കണ്ടിട്ട് നമ്മൾ ഇവരുടെ പ്രൊഡക്ട്സ് ഒക്കെ മേടിച്ച് ഉപയോഗിക്കുകയും ചെയ്യും. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം എന്താണ്? നോർമൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ പിന്നെ മാറാൻ വേറെ ഒന്നുമില്ല. നമ്മൾ പക്ഷേ ഇവരുടെ ഉടായ്പിൽ വീണു പോവുകയാണ്. നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, ഇതൊക്കെ നോർമലാണ് എന്നൊന്ന് ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇതായിരുന്നു ഞാൻ ലാസ്റ്റ് ഇട്ട ഷോർട്സിൽ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേങ്കിൽ ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കേസിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. ഇതിൽ തന്നെ നോർമൽ അല്ലാത്ത കേസുകളുണ്ട്. അതായത് ഭയങ്കരമായിട്ട് ഈ സ്കിൻ ഏരിയാസ് ഡാർക്ക് ആയി പോയിട്ടുള്ള ആൾക്കാർ. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്സ് മൂലമാണ് ഡാർക്ക് ആവുന്നത് അല്ലെങ്കിൽ പിഗ്മെന്റഡ് ആവുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ റീസൺസ് ആണ്. അതിൽ തന്നെ ഈ മെഡിക്കൽ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോർമോണൽ ഇംബാലൻസ് മൂലവും പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ മൂലം ഈ പാർട്സ് ഒക്കെ ഡാർക്ക് ആവുന്ന ആൾക്കാരുണ്ട്. അതായത് ഭയങ്കരമായിട്ട് ഡാർക്ക് ആവുന്ന. ഇൻ ദാറ്റ് കേസസ്, അതായത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഡാർക്ക് ആവുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വല്ല മെഡിക്കൽ റീസൺസ് ആയിരിക്കാം. സോ അത് ഒരിക്കലും നോർമലായിട്ട് കാണരുത്. അതിനൊന്നും വേറെ ക്യൂറല്ല, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് വേണ്ടത്. ഇനിയാണ് രണ്ടാമത്തെ കാരണം, നമ്മുടെ മിസ്റ്റേക്സ് മൂലം ഈ ഏരിയാസ് ഒക്കെ ഡാർക്ക് ആവുന്നത്. ആ കാരണങ്ങൾ കൊണ്ടാണ് ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും ഈ പിഗ്മെന്റേഷൻ അഥവാ ഡാർക്ക്നെസ്, അൺറാമിലൊക്കെ പ്രത്യേകിച്ച് ഡാർക്ക്നെസ് കൂടാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഈ സ്കിൻ ഏരിയാസ്, അതായത് അൺറാംസ്, ഗ്രോയിൻ ഏരിയാസ്, പ്യൂബിക് ഏരിയാസ് നോർമലിലും കൂടുതൽ പിഗ്മെന്റഡ് ആക്കാൻ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സിൽ ഒന്നാമത്തെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഷേവിങ്. അപ്പം നിങ്ങൾ എന്നോട് പറയും, അൺട്രാംസിലെ ഹെയർ കളയണമെന്ന് ബ്രോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നതെന്ന്. ഉറപ്പായിട്ടും ഹെയർ കളയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഹെയർ നമ്മളവിടെ വെച്ച് സ്വെറ്റ് അവിടെ കടന്നു കൂടിക്കഴിഞ്ഞാൽ അതും പിഗ്മെന്റേഷൻ ഉണ്ടാക്കാൻ ഒരു കാരണമാണ്. ബട്ട് അവിടുത്തെ ഹെയർ കളയുക എന്ന് ഉദ്ദേശിച്ചത് ഒരിക്കലും ഷേവ് ചെയ്യുക എന്നുള്ളതല്ല. അതായത് ഷേവ് ചെയ്യുമ്പം എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഡിയോഡറൻറ്റോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ചെറിയൊരു നീറ്റൽ അനുഭവപ്പെട്ടിട്ടില്ലേ? അവിടെ ഒരു മുറിവോ ഇല്ലെങ്കിൽ കൂടെയും ആ നീറ്റിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്നാൽ മുറിവും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോ, അതായത് ഷേവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യമാണത്. നിങ്ങൾക്ക് മൈക്രോ കട്ട്സ്, അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കട്ടുകൾ ഷേവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. സോ ഈ മൈക്രോ കട്ട്സ് ആണ് ആക്ച്വലി പിഗ്മെന്റേഷൻ ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ കാരണക്കാരൻ. അതായത് ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ ആക്നെയൊക്കെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് മാർക്കാവില്ല, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും മുറിവ് വന്നിട്ട് പോകുമ്പോൾ അവിടെ ഒരു പാടുണ്ടാവില്ലേ എന്ന് പറഞ്ഞ പോലെ ചെറിയ ചെറിയ കട്ടുകൾ അവിടെ, അതും സ്കിൻ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി പിഗ്മെന്റേഷൻ ഭയങ്കരമായിട്ട് വരും. സോ ഈ ഷേവിംഗ് എന്ന് പറയുന്ന സാധനം ഓരോ വട്ടം ചെയ്യുമ്പോഴും ആക്ച്വലി നിങ്ങൾ അവിടെ പിഗ്മെന്റഡ് ആക്കുകയാണ്, നിങ്ങൾ പോലും അറിയാതെ. നിങ്ങൾ അവിടെ മുറിവൊന്നും വരുത്താത്ത രീതിയിലായിരിക്കും ഷേവ് ചെയ്യുന്നത്, പക്ഷെങ്കിൽ നിങ്ങൾ പോലും അറിയാത്ത മൈക്രോ കട്ട്സ് മൂലം പിഗ്മെന്റേഷൻ ഉണ്ടാകുന്നുണ്ട്. സോ മസ്റ്റായിട്ടും എല്ലാവരും ഈ ഷേവിംഗ് എന്ന് പറയുന്ന പരിപാടി നിർത്തിക്കോ. അപ്പോൾ പകരം ഹെയർ കളയാതിരിക്കണോ? ഒരിക്കലല്ല, മസ്റ്റായിട്ടും കളയണം. കളഞ്ഞിട്ടില്ലെങ്കിൽ അത് പിന്നെയും പിഗ്മെന്റേഷൻ ഉണ്ടാക്കാനുള്ള കാരണമാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. പകരമായിട്ട് നിങ്ങൾ നല്ലൊരു ട്രിമ്മർ, അതായത് നമ്മുടെ ബോഡിയിലൊക്കെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം ട്രിംഫിനിറ്റിയുടെ ഒക്കെ ബ്രാൻഡ് നല്ലതാണ്, മേത്ത് ഉപയോഗിച്ചാൽ കട്ട്സും കാര്യങ്ങളൊന്നും വരാറില്ല. അപ്പോൾ അങ്ങനത്തെ നല്ല സേഫ് ആയിട്ടുള്ള ഒരു ട്രിമ്മർ നോക്കി മേടിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങുക അൺട്രാംസിൽ. ചില ട്രിമ്മേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അൺട്രാംസിനും കട്ടുണ്ടാക്കും. അതുകൊണ്ട് നല്ല സേഫായിട്ട് നമ്മുടെ ബോഡിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രിമ്മേഴ്സ് ഇപ്പം മാർക്കറ്റിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പം നല്ലത് നോക്കി ഒരെണ്ണം മേടിക്കുക. അൺട്രാമിലാണെങ്കിലും പ്യൂബിക് ഏരിയയിലാണെങ്കിലും ഗ്രോയിൻ ഏരിയയിലാണെങ്കിലും ട്രിമ്മർ മാത്രം ഇന്നോട്ട് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു കാര്യം കറക്റ്റ് ചെയ്താൽ തന്നെ ഭൂരിഭാഗം പേർക്കും പിഗ്മെന്റഡ് ആവുന്നത് ഈ ഷേവിംഗ് മൂലം അല്ലെങ്കിൽ ഹെയർ റിമൂവ് ചെയ്യാത്തൊക്കെ മൂലമാണ്. സോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. രണ്ടാമത്തെ റീസൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫ്യൂംസ് ആണ് ഗൈസ്. അപ്പം നിങ്ങൾ ചോദിക്കും പെർഫ്യൂംസ് അടിക്കേണ്ടതെന്ന്. പെർഫ്യൂംസ് അടിക്കണം, പക്ഷേങ്കിൽ ഈ പരസ്യത്തിൽ കാണുന്ന പോലെ മേത്തേക്ക് മൊത്തം, അതും പ്രത്യേകിച്ച് അൺട്രാംസിലൊന്നും അടിച്ചിറക്കുന്ന പരിപാടി ഒരിക്കലും ചെയ്യാൻ പാടില്ല. പെർഫ്യൂംസ് ഉപയോഗിക്കുന്നത് കറക്റ്റായിട്ട് എവിടെ അടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ ഈ നെക്കിൻ്റെ രണ്ട് ഭാഗത്തും കൊടുക്കുക. അതേപോലെ കയ്യിൻ്റെ ആണെങ്കിൽ ഈ ഒരു ഞരമ്പിൻ്റെ ആ ഭാഗമില്ലേ, ആ ഒരു ഭാഗത്തായിട്ടും ജസ്റ്റ് യൂസ് ചെയ്യാം. ഇതിൻ്റെ ആവശ്യമുള്ളൂ. വെറുതെ ഈ അൺട്രാമി കൊണ്ടുപോയിട്ട് പെർഫ്യൂംസ് യൂസ് ചെയ്യരുത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ പെർഫ്യൂംസിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട് ഗൈസ്. ആൽക്കഹോൾ നമ്മുടെ അവിടെ ആ ഒരു ഭാഗത്ത്, അതായത് അൺട്രാംസിൽ, എസ്പെഷ്യലി അൺട്രാംസിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെൻസിറ്റീവ് ആണ് ആ ഏരിയ, ഇറിറ്റേഷൻസ് ഉണ്ടാവും, പിഗ്മെന്റേഷന് കാരണക്കാരനാവും. സോ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. പെർഫ്യൂംസ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തന്ന ആ സ്ഥലത്ത് ഇമ്പൾസ് പോയിന്റുകളുണ്ട്, അവിടെ മാത്രം യൂസ് ചെയ്യുക. അല്ലാതെ അൺട്രാമിൽ കൊണ്ടുപോയിട്ട് പെർഫ്യൂംസ് യൂസ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡിയോഡറൻസ്, റോളോൺസ് ഒക്കെ ഉള്ളത്. അല്ലാതെ പെർഫ്യൂംസ് അല്ല അവിടെ കൊണ്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി മൂന്നാമത്തെ റീസണിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിയോഡറൻസ് ആണ്. അപ്പോൾ നീ അല്ലടാ റോളോൺസ് ഡിയോഡറൻസ് ഇപ്പോൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചോദിക്കും,
യെസ്, റോൾ ഓൺസ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. പക്ഷേ എങ്കിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതാണ് നിങ്ങളുടെ വിഷയം. ഒരു ഭൂരിഭാഗം ആൾക്കാർ ഈ ഡിയോഡറൻസ് എന്ന് പറഞ്ഞിട്ട് ഫ്രാഗ്രൻസും ഭയങ്കര ആൽക്കഹോൾ കണ്ടന്റും ഉള്ള ഡിയോഡറൻസ്, അതായത് വലിയ വലിയ ബ്രാൻഡുകളുടെ മിക്കതിനും അങ്ങനെയാണ്. സോ അങ്ങനത്തെ സാധനങ്ങളാണ് മേടിച്ച് തേക്കാറ്. അത് മേടിച്ച് തേക്കുമ്പോൾ ആക്ച്വലി ഓർഡർ കൺട്രോൾ ഉണ്ടാവും, പക്ഷേങ്കിൽ ഓരോ വട്ടം തേക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ അണ്ടർആംസ് പിഗ്മെന്റഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്രാൻഡുകളുടെ പ്രൊഡക്ട്സും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് സേഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം മേടിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. എനിക്ക് പേഴ്സണലി ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് തോന്നിയ രണ്ടെണ്ണം ഞാൻ കാട്ടിത്തരാം. ഒന്ന് ഈ ബോഡി വൈസിന്റെ അണ്ടർആം റോൾ ഓൺ ആണ്, പിന്നെ ഒന്ന് ഈ ഫെമി സേഫ് എന്ന് പറയുന്ന അണ്ടർആം റോൾ ഓൺ ആണ്. ബോഡി വൈസിന്റെ ആണെങ്കിൽ ഫ്രാഗ്രൻസ് ഇല്ലാത്തതാണ്, ഫെമി സേഫിന്റെ ആണെങ്കിൽ ഫ്രാഗ്രൻസ് ഉള്ളതാണ്. ഫ്രാഗ്രൻസ് ഇല്ലാത്ത ഉപയോഗിക്കുന്ന ഒരു കണക്കിന് നല്ലതാണെങ്കിൽ കൂടെയും ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ പേഴ്സണലി ഫ്രാഗ്രൻസ് ഇല്ലാത്ത ഇഷ്ടമല്ല, എനിക്ക് ഫ്രാഗ്രൻസ് ഉള്ളത് വേണം. സോ ഫെമിസേഫിൻ്റെ ഒക്കെ ഞാൻ ഉപയോഗിച്ച് വെച്ചിട്ട് സേഫാണ്. വേറെ പിഗ്മെന്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല, ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാരുണ്ടാവും, ഫ്രാഗ്രൻസിനോട് വലിയ താല്പര്യം ഇല്ലാത്തവരുണ്ടെങ്കിൽ ബോഡി വൈസിൻ്റെ യൂസ് ചെയ്യാം. എനിവേ രണ്ടും നല്ലതാണ്. എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ ഇഷ്ടം ഫെമിസേഫ് ആണ്. ബിക്കോസ് ഫ്രാഗ്രൻസ് നോക്കിയാലും ഒരു ചെറിയ ബ്രൈറ്റ്നസ് ഒക്കെ നോക്കിയാലും ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അണ്ടർആം റോൾ ഓൺസിന്റെ വീഡിയോസ് ഇതിന് മുന്നേ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഒന്നും തന്നെ ബ്രൈറ്റ്നസ് തരും എന്ന് പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നോർമൽ ആയിരുന്നു ഗൈസ്, എൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു ഡാർക്ക്നെസ്സേ ഉള്ളൂ. ആ ഒരു ഡാർക്ക്നെസ് മനുഷ്യ ശരീരത്തിലുള്ളതാണ്, അതിൽ കൂടുതലൊന്നും മാറാനില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ട് എനിക്ക് വേറെ റിസൾട്ട് ഒന്നും കിട്ടാത്തത്. സോ ഇതേപോലത്തെ നല്ലത് അല്ലെങ്കിൽ സേഫ് ആയിട്ട് തോന്നുന്ന അണ്ടർആം റോൾ ഓൺസ്, ഡിയോഡറൻസ് മാത്രം നിങ്ങൾ അണ്ടർആമിൽ ഉപയോഗിക്കുക. നാലാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ആണ് ഗൈസ്. ഫ്രിക്ഷൻ എന്ന് പറയുമ്പം എസ്പെഷ്യലി നമ്മുടെ പ്യൂബിക് ഏരിയാസും ഗ്രോയിൻ ഏരിയാസിലൊക്കെ ഫ്രിക്ഷൻ മൂലമാണ് ആ ഏരിയാസ് ഡാർക്ക് ആവുന്നത്. ബിക്കോസ് പലരും ഉണ്ട് കിടന്നുറങ്ങുമ്പോൾ വരെ അണ്ടർവിയേഴ്സ് യൂസ് ചെയ്ത് കിടന്നുറങ്ങുന്നവർ. നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ ടീഷർട്ട് അല്ലെങ്കിൽ അണ്ടർവിയേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കിടന്നുറങ്ങുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. ബിക്കോസ് നിങ്ങളുടെ ശരീരത്തിന് ബ്രീത്ത് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് ഫ്രീ ആയിട്ട് കിടന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. അതൊരു കോസാണ്. ഗ്രോയിൻ ഏരിയാസ്, പ്യൂബിക് ഏരിയാസ് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഡാർക്ക്നെസ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വീട്ടിലൊക്കെ ഉള്ള ടൈമിൽ മാക്സിമം ഈ അണ്ടർവിയേഴ്സ് ഒഴിവാക്കുക. അതായത് കിടന്നുറങ്ങുമ്പോൾ എങ്കിലും അറ്റ്ലീസ്റ്റ് ഒഴിവാക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ്, ഇപ്പം ടീഷർട്ട് ഒക്കെ ആണെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ളത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർആംസിനാണെങ്കിലും ഫ്രിക്ഷൻ മൂലം പിഗ്മെൻറ്റേഷൻ വരും. സോ അതേപോലെ പാൻ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ തടി വെച്ചാലും ഒരു കാരണമാണ് കേട്ടോ. ഇട്ട് തടി ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പാൻ്റൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുള്ള പാൻ്റ് ആണെങ്കിലും ഈ തുടയുടെ ഒക്കെ ഭാഗം ഇങ്ങനെ തമ്മിൽ തട്ടി ഉരസുന്നുണ്ടെങ്കിൽ ആ ഫ്രിക്ഷൻ മൂലമൊക്കെ അവിടെ പിഗ്മെൻറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഫ്രിക്ഷൻ ഒരു കോസാണ്, അതും ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും ഫ്രീ ആയിട്ട് ബ്രിത്തബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ ശ്രമിക്കുക. ഓക്കെ, രണ്ടാമത്തെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ട മെഡിമിക്സ്, ലെക്സ് പോലത്തെ പന്ന സോപ്പുകൾ ഉപയോഗിക്കുന്നതാണ്. അതായത് ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ സ്കിന്നൊക്കെ ഒന്ന് ബോഡിയൊക്കെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി വാഷസ്, നല്ല എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷസ് മേടിച്ച് വെക്കുക. ഒന്ന് ഇടയ്ക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്താൽ തന്നെ അവിടെ ഈ ഡെഡ് സ്കിൻസ് അടിഞ്ഞു കൂടിയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ വരാതിരിക്കും. സോ നിങ്ങൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ പോയിട്ട് എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷസ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഏതെങ്കിലും എന്താണെങ്കിലും അതിൽ ഈ എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു നല്ല പേരായിട്ട് ഏതെങ്കിലും ബ്രാൻഡ് നോക്കി നിങ്ങളങ്ങ് മേടിച്ചാൽ മതി. അങ്ങനെയുള്ള ബോഡി വാഷസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു വിസിബിൾ ചേഞ്ച് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഫസ്റ്റ് ആദ്യമായിട്ടാണ് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ബോഡി വാഷ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റേതായ ഒരു ചെറിയ ബ്രൈറ്റ്നസ് ഉണ്ടാവും, അല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് കാഴ്ചയിൽ ഒരു മാറ്റവും കാണാനൊന്നും പറ്റത്തില്ല. സോ ഈ 5 കാര്യങ്ങളാണ് ഗൈസ് കോമൺ ആയിട്ട് എല്ലാവരും വരുത്താറുള്ള മിസ്റ്റേക്സ്. ഈ മിസ്റ്റേക്സ് ഒക്കെ വരുത്താതെ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങളുടെ അണ്ടർആംസും അതേപോലെ ഈ ഏരിയാസ് ഒക്കെ ഡാർക്ക് ആവാതെ നോർമൽ ആയിട്ടുള്ള ഡാർക്ക്നെസ്സിലും കൂടുതൽ വരാതെ നിങ്ങൾക്ക് നോക്കാം. ഈ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്തു, നിങ്ങൾക്ക് ഓൾറെഡി പിഗ്മെന്റേഷൻ വന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ആ പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ മൈൽഡ് ആയിട്ടുള്ള പിഗ്മെന്റേഷന്റെ കേസ് ആണെങ്കിൽ, അതായത് ഡാർക്ക്നെസ് ഉണ്ട് എന്ന് വെച്ച് ഭയങ്കരമായിട്ട് ഡാർക്ക്നെസ് ഒന്നുമില്ല, ഒരു ലൈറ്റ് ആയിട്ട് ഡാർക്ക്നെസ് നോർമലിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് ഇതേപോലത്തെ മിസ്റ്റേക്സ് ഒക്കെ ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള പിഗ്മെന്റേഷൻ ആണെങ്കിൽ അതെങ്ങനെ നമുക്ക് മാറ്റാം? പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല ഗൈസ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഈ റോൾ ഓൺസ് ഇല്ലേ, ഈ ഫെമിസേഫും അതേപോലെ ബോഡി വൈസും, ഇതിലേതെങ്കിലും റോൾ ഓൺസ് നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ മതി. ബിക്കോസ് ഈ പ്രൊഡക്ട്സിൽ നമ്മൾ ആ പറഞ്ഞ മൈൽഡ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ വന്നാൽ മാറാനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. കറക്റ്റായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിച്ചാൽ അങ്ങനത്തെ മൈൽഡ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ഒക്കെ മാറിക്കിട്ടും. പിന്നെ അതല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോവേറ ഇല്ല, കറ്റാർ വാഴേൻ്റെ ആ ജെല്ല് എടുത്തിട്ട് ജസ്റ്റ് ഈ അണ്ടർആംസ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി, ഹെയർ ഒന്നും പാടില്ല, ഹെയർ ഒക്കെ കറക്റ്റ് ക്ലീൻ ആയിരിക്കണം എന്നും പറഞ്ഞ് ഒരിക്കലും ഷേവ് ചെയ്തതിൻ്റെ പുറകെ ഇത് ചെയ്യരുത്. അലോവേറ ജെല്ല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അവിടെ ഇങ്ങനെ പാക്കായിട്ട് ഇടണമെന്നല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു 20 സെക്കൻഡ്സ് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. കുളിക്കാൻ കയറുന്നതിന് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ മുന്നേ ഇത് ചെയ്താൽ മതി. അതിന് ശേഷം കുളിച്ചോ. ഇത് കാര്യം അവിടെ ഇരുന്നു എന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, അത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഉണങ്ങും പെട്ടെന്ന് തന്നെ. ബട്ട് അത് അവിടെ ഇരിക്കുന്നത് നല്ലതാണ്. ഈ അലോവേറയ്ക്ക് ഈ പിഗ്മെന്റേഷൻ, അതായത് ഇറിറ്റേഷൻ മൂലം വന്ന പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ അത് ഹെൽപ്പ് ചെയ്യും.
ബട്ട് ഒന്നും കൂടെ ബെറ്റർ ഈ അണ്ടർ റോൾ ഓൺസിൽ ഏതെങ്കിലും ഒരെണ്ണം മേടിച്ചിട്ട് ഉപയോഗിക്കണതാണ്. ബിക്കോസ് ഇതൊക്കെ ചെയ്യാൻ ഇപ്പോൾ ആർക്കാ നേരം. അപ്പോൾ അതിൻ്റെ ഒന്നും പുറകെ പോകണ്ട, ഇതിലേതെങ്കിലും റോൾ ഓൺസ് മേടിച്ച് ഉപയോഗിച്ചാലും മതി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഈ മൈൽഡ് പിഗ്മെൻറ്റേഷൻ അല്ല, നിങ്ങൾക്ക് ഭയങ്കര ഹാർഡായിട്ട്, അതായത് നല്ലതുപോലെ ഡാർക്ക് ആയിട്ടുണ്ട് നിങ്ങളുടെ ഈ അണ്ടർആംസ് അല്ലെങ്കിൽ പിബിക് ഏരിയാസ്, ഗ്രോയിൻ ഏരിയാസ്, ഈ ഏരിയാസ് ഒക്കെ ഭയങ്കരമായിട്ട് ഡാർക്ക് ആയിട്ടുണ്ട്. അത് ഈ മെഡിക്കൽ റീസൺസ് അല്ലാതെയും നിങ്ങൾക്ക് ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗൈസ്. ഒരു 300-350 രൂപേൻ്റെ കേസേ ഉള്ളൂ. എൻ്റെയൊക്കെ ഇവിടെ ഇപ്പം 300 രൂപയേ ഉള്ളൂ ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണുക. അവർ നല്ല മെഡിക്കൽ ക്രീംസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. സേഫ് ആയിരിക്കും. സേഫായിട്ട് ഒരു 300 രൂപ കൺസൾട്ടേഷനും ഒരു 200 രൂപ ആ ക്രീമിനും ഒക്കെ വരുമായിരിക്കും. 500 അല്ലെങ്കിൽ 600 രൂപയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന അണ്ടർആംസ് അല്ലെങ്കിൽ ഈ ഏരിയാസ് നമ്മുടെ ബാക്കി സ്കിന്ന് പോലെ ഈവൻ ടോൺഡ് ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ലൈക്ക് അവിടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡാർക്ക്നെസ് അതെന്താണെങ്കിലും ഉണ്ടാവും. നിങ്ങൾക്ക് അല്ലാതെ കോസ് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ അത് മാറ്റിയെടുക്കാൻ ഇതുകൊണ്ട് സഹായിക്കും. അല്ല ഇനി ആ ഡാർക്ക്നെസ് നിങ്ങൾക്ക് പറ്റത്തില്ല, ഈ തമന്നയുടെ ഒക്കെ പോലെ ഈവൻ ടോൺഡ് ആയിട്ടാണ് അണ്ടർആംസ് ഒക്കെ നമ്മുടെ ഫേസിൻ്റെ അതേ കളറിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇപ്പോൾ പോസിബിൾ ആണ്. നമ്മൾ 2025 ജീവിക്കുന്നത്. ഇപ്പം 1-2 സെക്ഷൻസ് എന്തോ ഒരു പ്രൊസീജിയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർആംസും നമുക്ക് ഈവൻ ടോൺഡ് ആയിട്ട് നമ്മുടെ ഫേസ് കളർ പോലെ തന്നെ ആക്കിയെടുക്കാനുള്ള വഴിയൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഒരിക്കലും അതിനൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് നോർമൽ ആയിട്ടുള്ള കാര്യം നോർമലായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. സോ ഈ ഒരു വീഡിയോ കണ്ടു തീർത്തവർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, നമ്മുടെ സ്കിന്നിൽ കോൺഫിഡൻ്റ് ആയിരിക്കുക, നമ്മുടെ സ്കിന്നെ ഹെൽത്തി ആക്കി വെക്കാനുള്ള എൻ്റെ ജേർണിയിൽ കൂടെ കൂടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ കണ്ട വൈറ്റനിങ് ക്രീംസ്, ബ്ലീച്ചിങ് അതിൻ്റെ ഒന്നും പുറകെ പോയി നിങ്ങളുടെ ശരീരം കളയാതിരിക്കുക. ഓക്കെ, സ്കിന്നെ ഹെൽത്തി ആക്കി വെക്കാൻ നോക്കുക, അല്ലാതെ ഇല്ലാത്ത കാര്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ഇൻഫർമേഷനായിട്ട് വരുന്നതായിരിക്കും. ബൈ.